നമ്മളെ GD പിള്ളേർ പറഞ്ഞ സീൻസ് ഒക്കെ എന്തായിരുന്നു എക്സാമിന്റെ? അവർക്ക് GD എക്സാം ഏജിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റേ എക്സാമിന് മുന്നേ എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്ക് 23 പറ്റത്തുള്ളൂ. വേറെയോ? പിന്നെ ഹൈറ്റ് 170 വേണം. 170 വേണം. അതില്ലാത്തവര് ഓക്കെ 170 എനിക്ക് ഓർമ്മ. പിന്നെ വേറൊരു സാധനം ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞപ്പോ ഭയങ്കര സീനായി കുറെ കുട്ടികളുണ്ടായിരുന്നു. വേറെന്തോ സീൻ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് നാട്ടിലെ പോസ്റ്റിംഗ് കിട്ടുന്ന CRPF BSF ഒക്കെ അങ്ങ് നല്ല പുറത്താണ് എന്നുള്ളൊരു സീനും കൂടെ ഉണ്ടായിരുന്നില്ല. ഇത് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 4 സോൾവ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ഉണ്ട്. അതായത് ഈ 4 പ്രശ്നങ്ങളും അതിനകത്തില്ല. അതെന്താണെന്നറിയോ? ഇല്ല. നമ്മുടെ ഇപ്പൊ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നില്ല, വരാനിരിക്കുന്ന RPF എന്ന് പറഞ്ഞ എക്സാം ഇല്ലേ, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതിന് ഈ 4 സീനും ഇല്ല. അതായത് 5 സെന്റിമീറ്റർ കുറവ് മതി, 165 സെന്റിമീറ്റർ മതി ഹൈറ്റ്. ആൺകുട്ടികളുടെ ഹൈറ്റ് 165 മതി. പിന്നെ ഏജ് ആണെങ്കിൽ 5 വർഷം കൂടുതൽ, 28 വയസ്സ് വരെ ജനറലിന് ഏജ് ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം? ഇംഗ്ലീഷ് ഇല്ല, എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല. പിന്നെ സിനിമ നാട്ടിൽ പോസ്റ്റിംഗ്, അവർക്ക് അവരെ സ്വന്തം റീജിയണിൽ പോസ്റ്റിംഗ് കിട്ടും. എന്തുകൊണ്ടും ബെറ്റർ ആണ്. പിന്നെ വർക്കും ഭയങ്കര ഈസിയാണ്. ഒരു ഫോഴ്സ് എന്നുള്ള രീതിയിൽ ഭയങ്കര വർക്കൊന്നുമില്ല. അപ്പോൾ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ RPF. പിള്ളേർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, പഴയ GD കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് RPF കൊണ്ടൊന്ന് ട്രൈ ചെയ്യാം.